السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയരെ, ലോകം ഒരു ഗ്രാമമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും മനുഷ്യ മനസ്സുകൾക്കിടയിലെ ദൂരം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇത്തരുണത്തിൽ സാമൂഹികതയുടെ ഇസ്ലാമിക ദർശനം എന്ന വിഷയത്തിൽ ഒരു ചർച്ച എന്തുകൊണ്ടും അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. SSF സാഹിത്യോത്സവിലെ 33-ാം എഡിഷനിൽ ഇതിനെക്കുറിച്ച് അല്പമാത്രം ഞാൻ പറയാം. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതഅാറഫു. സൂറ അൽ-ഹുജറാത്തിലെ 13-ാം വചനത്തിൽ ഏതാനും ഭാഗമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. എത്രമാത്രം ചിന്തോദ്ദീപകമാണ് ഈ വചനങ്ങൾ എന്ന് നോക്കൂ. ഓ മനുഷ്യരെ, നിങ്ങളെ നാം ഒരു പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ വചനങ്ങൾ ഉൾക്കൊള്ളുന്നതോടുകൂടി നാം എല്ലാം ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണെന്നും ജാതി മത വർഗ വർണ്ണ ദേശഭാഷ വേഷ വ്യത്യാസമില്ലാതെ ഏകോദര സഹോദരങ്ങളായി വർത്തിക്കേണ്ടവരാണെന്നുള്ള ഉത്തമ ബോധ്യം മനുഷ്യ മനസ്സുകളിൽ ദൃഢമാകുന്ന വചനങ്ങൾ. ഗോത്രങ്ങളും തറവാടുകളും പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണെന്നും അതിനുവേണ്ടി പോരാടേണ്ടതില്ലെന്നും മനുഷ്യർ തിരിച്ചറിയുന്നു. എന്നാൽ ഇന്ന് നാം കണ്ടുവരുന്നത് പല പല ഡിസ്ക്രിമിനേഷനുകളും മനുഷ്യർക്കിടയിൽ ഉയർന്നു വരുന്നതാണ്. വിദ്യയുടെ ശ്രീകോവിലുകൾ ജാതിയുടെയും വർണ്ണപരമായ വിവേചനങ്ങളുടെയും ആക്രമണങ്ങളുടെയും കേന്ദ്രമായി മാറുന്ന വാർത്ത നമ്മെ അലോസരപ്പെടുത്തുന്നില്ലേ? അഞ്ചരക്കണ്ടിയിലെ നിതിൻ രാജൻ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ജീവൻ വെടിഞ്ഞ രോഹിത് വെമുലയുള്ളത് ഉദാഹരണങ്ങൾ മാത്രമാണ്. ഭൗതികമായ ഉന്നത വിദ്യാഭ്യാസം ഇവർക്ക് നൽകുന്ന മൂല്യങ്ങൾ എന്താണെന്ന് നാം ചിന്തിച്ചു പോകുന്നു. ലോകത്തടിമത്വം അവസാനിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും തത്വത്തിൽ അത് നമ്മെ വിട്ടുപോയിട്ടില്ല എന്നതാണ് സത്യം. ഇന്നത്തെ ഉപഭോക്തൃ സമൂഹം നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ വില നിർണ്ണയിക്കുന്നത് നാം ഉപയോഗിക്കുന്ന വില കൂടിയ ഫോണും കാറും വാച്ചും വീടുമൊക്കെയാണ്. എന്നാൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളെ ഉന്നതനാക്കുന്നത് നിങ്ങളുടെ തഖ്വയാണ്. സ്വഭാവശുദ്ധി, ധാർമ്മികത, അറിവ്, ഇതൊക്കെയാണ് ഔന്നിത്യത്തിന്റെ അളവുകൾ. സാമൂഹികതയുടെ ഇസ്ലാമിക കർമ്മപഥം തുടങ്ങുന്നത് അയൽവാസിയിൽ നിന്ന് തന്നെയാകട്ടെ. ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജാഇർ. അയൽക്കാരൻ വിശന്നിരിക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന തിരുനബി വചനം ഒരു വലിയ സാമൂഹിക സുരക്ഷാ പദ്ധതിയുടെ വിളംബരമാണ്. ഇങ്ങനെ ഓരോ മനുഷ്യനും സ്വന്തം വീടും അയൽപക്കവും ശ്രദ്ധ പതിപ്പിക്കേണ്ട മണ്ഡലമാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് ഓരോ വാർഡുകളും പഞ്ചായത്തുകളും ജില്ലകളും തുടങ്ങി സംസ്ഥാനവും രാജ്യവും, ഇങ്ങനെ രാജ്യങ്ങളെല്ലാം കൂടി ലോകം മുഴുവനും ശാന്തിയും സമാധാനവും കളിയാടുന്നതായി നമുക്ക് കാണാം. സമൂഹമായി ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടതെല്ലാം ഇസ്ലാം വിഭാവനം ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സക്കാത്ത്. സക്കാത്ത് സമ്പന്നന്റെ ഔദാര്യമല്ലെന്നും പാവപ്പെട്ടവന്റെ അവകാശമാണെന്നുമാണ് ഇസ്ലാമിക അധ്യാപനം. 2.5% സക്കാത്ത് കൊടുത്തത് കൊണ്ട് മാത്രം തന്റെ കടമ അവസാനിച്ചു എന്ന് കരുതിയിരിക്കാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. നാട്ടിൽ ഭവനരഹിതരുണ്ടെങ്കിൽ അവർക്ക് വീട് നിർമ്മിച്ചു നൽകൽ സമ്പന്നരുടെ സാമൂഹിക ബാധ്യതയാണ്. അനാഥ മക്കൾ, വിധവകൾ, അഗതികൾ, ഇങ്ങനെ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവാൻ ഒരു മുസ്ലിമിന് ബാധ്യതയുണ്ട്. സാമൂഹികതയുടെ ഇസ്ലാമിക ദർശനം എന്നത് കേവലം ആരാധനയിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ബോധം